പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് നമ്മുടെ മലദ്വാരത്തിന്റെ അവിടെയുള്ള വീനസ് പ്ലക്സസ് വലുതാവുന്നതിനെയാണ് ഈ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയപ്പെടുന്നത്. യൂഷ്വലി നമുക്ക് ക്ലോക്ക് പൊസിഷനിൽ പറയുവാണെന്നുണ്ടെങ്കിൽ 3 o'clock, 7 o'clock ആൻഡ് 11 o'clock പൊസിഷനിലാണ് കോമൺലി കണ്ടുവരുന്ന പൈൽസ്. പൈൽസ് ഒക്കെ രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്: പ്രൈമറി പൈൽ ഹെമറോയിഡ്സും സെക്കൻഡറി ഹെമറോയിഡ്സും. പൈൽസിന് കാരണമാവുന്ന നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് തന്നെയാണ്. ഒന്ന്, കൃത്യമായ മലശോധനം ഇല്ലാതിരിക്കുക, ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, നമ്മൾ ബാത്റൂമിൽ ഒത്തിരി നേരം പോയി ഇരിക്കുക, ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യുക, സ്ട്രെയിനിങ്, നമ്മൾ ഒത്തിരി മുട്ടുക ബാത്റൂമിൽ പോയിട്ട്. ഇതെല്ലാമാണ് നമ്മുടെ ഏനൽ കുഷിനെ പുഷ് ചെയ്യുകയും വീക്കം ചെയ്യുകയും ഹെമറോയിഡ്സ് വരാനുള്ള കാരണമായിട്ട് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. സെക്കൻഡറി ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് മറ്റ് കാരണങ്ങൾ കൊണ്ട്, മറ്റ് അസുഖങ്ങൾ കൊണ്ട് വരുന്ന ഹെമറോയിഡ്സിനാണ് സെക്കൻഡറി ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. ലിവർ സിറോസിസ് അല്ലെങ്കിൽ ബോഡി ഹൈപ്പർടെൻഷൻ, അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നതിനെയാണ് സെക്കൻഡറി ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി പൈൽസിനോടനുബന്ധിച്ച് വേദനയൊന്നും ഉണ്ടാവില്ല. കൂടുതലും പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്യുന്നത് അവർ ബാത്റൂമിൽ പോകുമ്പോൾ ഒരു ചെറിയ മാസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു കഷ്ണം പോലെ താഴത്തോട്ട് ഇറങ്ങി വരുന്നതും പിന്നീട് ബാത്റൂമിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അകത്തോട്ട് കയറി പോകുന്നതുമായിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ബ്ലീഡിങ് ഒരു ആക്റ്റീവ് കോംപ്ലിക്കേഷൻ ആയിട്ട് കണ്ടുവരാറുണ്ട്. ബ്ലീഡിങ്ങും മാസ്റ്റർ റെക്ടവും ഇത് രണ്ടുമാണ് പേഷ്യന്റിന് ഏറ്റവും കൂടുതലായിട്ട് കംപ്ലൈന്റ് പറയുന്നത്. പൈൽസ് ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണ്. നമ്മൾ നമ്മുടെ ഒ പിയിൽ വരുമ്പോൾ പേഷ്യന്റ് എക്സാമിൻ ചെയ്യും, വയറിൽ എക്സാമിൻ ചെയ്യും, പിന്നെ വലതുവര എക്സാമിൻ ചെയ്യും. നമ്മൾ ഒരു സ്കോപ്പ് ഉണ്ട്, നമ്മൾ പ്രൊട്ടോസ്കോപ്പ് എന്ന് പറയുന്ന സ്കോപ്പ് ഉണ്ട്. അത് വെച്ച് നോക്കിയിട്ടാണ് നമ്മളെപ്പോഴും ഹെമറോയിഡ്സിനെ അല്ലെങ്കിൽ പൈൽസിനെ നമ്മളെപ്പോഴും ഡയഗ്നോസ് ചെയ്യുന്നത്. അതിന് പ്രത്യേകിച്ച് സ്കാനുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിന്റെ ആവശ്യകത ഇല്ല. പൈൽസിന് 2 തരത്തിൽ ചികിത്സയുണ്ട്. ഒന്ന് നോൺ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്, പിന്നെ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ്. അതായത് ഒന്ന് സർജറി ചെയ്തര ചികിത്സാ രീതി, പിന്നെ സർജറി. സർജറി ചെയ്തര ചികിത്സാ രീതി കൊണ്ട് നമുക്കൊരു ഗ്രേഡ് 2 പൈൽസിന് തന്നെ പല ഗ്രേഡിലോട്ട് വിഭജിക്കാൻ പറ്റും. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4. അതിനകത്ത് ഗ്രേഡ് 2 വരെ ഉള്ളത് നമുക്ക് വേണമെങ്കിൽ മരുന്നുകൊണ്ട് ചികിത്സിക്കാം. അതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോടും ചികിത്സിക്കാം. അതിനകത്ത് നമ്മുടെ ഫ്ലാവനോയിഡ് ഫ്രാക്ഷൻസ്, കൃത്യമായ മലശോധനം, ഹൈ ഫൈബർ ഡയറ്റ്, ഇതെല്ലാമാണ് നമ്മൾ അവരോട് അഡ്വൈസ് ചെയ്യുന്നത്. സർജിക്കൽ മെത്തേഡിലേക്ക് സർജറി ആണ് എന്നുണ്ടെങ്കിൽ യൂഷ്വലി ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4 സർജിക്കൽ മെത്തേഡിൽ തന്നെ വേണ്ടിയിട്ട്. അതിനകത്ത് ഓപ്പൺ മെത്തേഡും ഉണ്ട്, ക്ലോസ് മെത്തേഡും ഉണ്ട്. ഓപ്പൺ മെത്തേഡിനകത്ത് ഓപ്പൺ ഹെമറോയിഡക്ടമി, പിന്നെ സ്റ്റേപ്പിൾ ഹെമറോയിഡോ പെറ്റ്സിയുമാണ് നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നത്. പൈൽസിന്റെ ഏറ്റവും അപകടം എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ബ്ലീഡിംഗ് ആണ്. രണ്ടാമത്തെ ഒരു അപകടം എന്ന് പറയുന്നത് ഈ ഗ്രേഡ് 4, ഗ്രേഡ് 3 നമ്മൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്ത് ഒത്തിരി മുക്കിക്കഴിയുമ്പോൾ പുറത്തേക്ക് വരികയും പെട്ടെന്ന് അവിടുത്തെ വെയിനകത്ത് ത്രോംബോസിസ് വരികയും ഭയങ്കര പെയിൻഫുൾ ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. ഇതിനാണ് ത്രോംബോസ് പൈൽ എന്ന് പറയുന്നത്. ഇതാണ് പൈൽസിന്റെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കോംപ്ലിക്കേഷൻ. സാധാരണ രീതിയിൽ കുടലിന്റെ നിയന്ത്രണത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവാറില്ല. നല്ല ഓപ്പൺ സർജറി ചെയ്താലും ക്ലോസ് സർജറി ചെയ്താലും നമ്മളോട് ഫിക്സ് ചെയ്താലും സാധാരണ രീതിയിൽ ഒരു കോംപ്ലിക്കേഷൻ മലബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ സാധാരണ രീതിയിൽ വന്നു കാണാറില്ല. ഹെമറോയിഡ് പെറ്റ്സിയിലാണ് പിന്നെയും ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ആയിട്ട് കാണാറുണ്ട്. അത് ചെറിയ ഫുൾ 360 ഡിഗ്രിയിൽ നമ്മൾ ഒരു ചങ്കും വീക്ക്നെസ് എടുത്തു കളയാണ്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റിങ് ചിലപ്പോൾ അത് കൺസ്ട്രക്ഷൻ ആവാനുള്ള ഒരു സാധ്യതയും വളരെ വിരളമായ കേസുകളിൽ നമ്മൾ കണ്ടുവരും. നമ്മൾ വീട്ടിലാണ് സർജറിക്ക് മുന്നേ എങ്ങനെ ഇതിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാമെന്നാണെങ്കിൽ ഒന്ന് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, നന്നായിട്ട് വെള്ളം കുടിക്കാം, ഹൈ ഫൈബർ ഡയറ്റ് കഴിക്കാം, നമ്മുടെ വയറ് കൃത്യമായിട്ട് ബാത്റൂമിൽ പോവാം, ഒത്തിരി നേരം ബാത്റൂമിൽ പോവാതിരിക്കുക, അയഞ്ഞു പോകാൻ ശ്രമിക്കുക, മുക്കാതിരിക്കുക,
ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത്. ഫൈൽസ് നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് കൂടുതലും ഫൈൽസ് പ്രശ്നം വരുന്നത്. അപ്പോ ഒത്തിരി നേരമുള്ള സിറ്റിംഗ്, ഒബിസിറ്റി ഫാക്ടർ, പിന്നെ സ്ട്രെയിനിങ്, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കുവാണ്, കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ അസുഖത്തിനൊരു പരിഹാരം ഉണ്ടാകും. സ്ക്വാട്ടിംഗ് ഫൈൽസുമായിട്ട് തടയാൻ സഹായിക്കുമെന്ന് ചോദിച്ചാൽ, സ്ക്വാട്ടിംഗ് റിലീസസ് ദ മസിൽസ്, അതിന്റെ ചുറ്റുമുള്ള മസിൽസിന്റെ ഒരു ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാൻ സഹായിക്കും. അപ്പോ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേക്രത്തിന്റെ കർവ് കുറച്ചും കൂടെ നേരെയാവാനും, അതുപോലെ തന്നെ വയറ്റിന് പോകുമ്പോൾ സ്ട്രെയിനിങ് ഒത്തിരി വേണ്ടാത്ത ഒരു സാഹചര്യം വരാം. അപ്പോ ആ ഒരു പുഷിങ്, ആ ഒരു നമ്മുടെ ഒരു മെയിൻ ഘടകമാണ്. സ്ട്രെയിനിങ് ആണ് വൺ ഓഫ് ദ റീസൺ നമ്മൾ പറയുന്നത് ഹെമറോയിഡ്സ് ഉണ്ടാവാൻ. അത് അവോയ്ഡ് ആവാനുള്ള സാധ്യത.